ഞങ്ങളെ ദ്വാസാലി ഉസ്താദ് പലക്കവരുടെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടുള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കുടുംബത്തെ നേതാക്കളായ പണ്ഡിതന്മാരെ, ഹിരിയ ആൾമാരെ, അതുപോലെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, വിശാലമായ ഒരു കുടുംബ സംഗമത്തിലാണ് ഞങ്ങളുള്ളത്. വളരെ മഹത്വമേറിയ അമലുകൾ നടന്ന ഒരു സദസ്സായിരിക്കണം ഞങ്ങൾ ഈ സദസ്സ്. അബ്ബ ഉമ്മ ആണ്ട് എന്ന പേരിൽ ആഹാരങ്ങളും മൗലിദുകളും ഖുർആനുകളും ഖത്മുകളും അതിൽകണ്ടിയാറ കുടുംബങ്ങളൊട്ട് സംഗമിക്കടെ ചൊല്ലെങ്കത്തെ സുലത്തുറഹിം ചൊല്ല് 5-6 ഇബാദത്തുകൾ സമ്മേളിച്ച് ഒരു സന്ദർഭത്തിലായിരിക്കണം ഞങ്ങളുടെ എല്ലാ ആശംസകൾ അറിയിക്കട. ചൊന്മാൽ മുണ്ടുകൊണ്ടു ചൂട് ഓവറുണ്ട് എന്നിട്ടും ആൾമാര് തിരുനാളെ നിശ്ചിത വലിയ വിഷയിപ്പിക്കട്. ഹിരിയ ആൾമാരെ കാണുക മങ്ങളുടെ ദ്വാവസ്യത്താക്കുന്ന ഉദ്ദേശം ചൊമ്മനം കൊണ്ട് എല്ലാ ഹിരിയങ്ങളെ നിർദ്ദേശങ്ങളും ദ്വാകളും പിരിസപ്പാടുകളായിട്ട് കിരിയങ്ങളായ ഞങ്ങളെ വിഷയ ഞങ്ങൾ മേൽഭരണമുണ്ടായെങ്കിൽ ഞങ്ങൾ ഉയർന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ ഹിരിയങ്ങളായ എല്ലാ ആൾമാരും നമുക്ക് വേണ്ടി ദ്വാർക്കണോ, ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരണോ. അതായിരിക്കും ഞങ്ങളെ വിജയ. റബ്ബോമ്മ മരിച്ചുപോയെങ്കിൽ മുറിയാത്ത അമലായിട്ട് പണ്ടെങ്കത്തെ 2 വിഷയ 3 അതിൽ 2 ഞങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുണ്ട്. സ്വാലിഹായ മക്കളും അങ്ങ് പഠിച്ച പടിപാട്ടി അഴിമകൾ, പിന്നൊന്ന് വഖഫ് പോലത്തെ നിലനിൽക്കണമെങ്കിൽ സദഖകൾ. അൽഹംദുലില്ലാഹ് അങ്ങനെ ഖബറിൽ എത്തുമ്പോഴത്തെ അമലാണ് ഇതൊക്കെയും. കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കണമായത് ഞങ്ങളുടെ കുടുംബത്തിൽ 6 മരിച്ചെങ്കിൽ ഇമാമിങ്ങ പടിപാട്ടിയ വിഷയങ്ങൾ ഒന്നോ ഞങ്ങൾ എന്ത് സ്വതക കൊടുത്തേണ്ടായെങ്കിൽ എന്ത് ഓതിയേണ്ടായെങ്കിൽ ഞങ്ങൾ അങ്ങനെ വേണ്ടി ഹദിയാക്കണം. ഞങ്ങൾ സ്വതക കൊടുക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ഓതിയെങ്കിലും ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബുകളുടെ പടിപാട്ടിയ വിഷയമായിരിക്കും. ഞങ്ങളെ സ്വതകത്തെ സവാബ് ഞങ്ങൾ ഓതിയതിന്റെ സവാബ് അങ്ങനെ ഞങ്ങൾ ഹദിയാക്കണം ചെന്നിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടേ ഞങ്ങൾക്കും ആ സ്വതക കൊടുത്ത് കൂലി കിട്ടും, അങ്ങൾക്കും അതിന് ഫലം കിട്ടും. ഞങ്ങൾ ഖത്മുൽ ഖുർആൻ ഒരു ജുസ് അല്ലെങ്കിൽ ഒരു ഖത്ം ഓതിയിട്ട് വളങ്ങേണ്ടായെങ്കിൽ ഓതിയതിന് കൂലി ഞങ്ങൾക്ക് കിട്ടും. അതൊരൊട്ടിക്ക് ഞങ്ങൾ ഹദിയാക്കിട്ടാകുമ്പോൾ അങ്ങൾക്കും കിട്ടും. പാതി ഞങ്ങൾക്ക് പാതി അങ്ങക്ക് പോകണ്ടല്ല. അത് ഞങ്ങൾ മെയിനായിട്ട് എടുത്താക്കണം. അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല അമലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഹദിയാക്കളെ ചൊല്ലത് ഞങ്ങൾ അങ്ങോട്ടാക്കണം. ഇങ്ങനത്തെ കടപ്പാടായിട്ട് കിട്ടും. രണ്ടാമത്തത് സിയാറത്ത്. ആണിങ്ങ മാത്രം പെണ്ണിങ്ങില്ല. കുടുംബത്തെ പെണ്ണുങ്ങളെ സിയാറത്താക്കുന്ന കറാഹത്താണ്. ഒരിക്കലും ഞങ്ങൾ പോത്തീര പ്രോത്സാഹിക്കുക. അപ്പൊ ആണിങ്ങളായ ഞങ്ങൾ സിയാറത്താക്കുന്ന സുന്നത്തുണ്ട്. കുടുംബത്തങ്ങള് നല്ല നല്ല നാളുകളിൽ യാറെ മഹത്വക്കൂട് പ്രത്യേകിച്ച് ഒരു ആദത്ത് വേണം. ബലിയാസരുണ്ട് അബ്ബുമ്മ കുടുംബത്തങ്ങളെ സിയാറത്താക്കുന്ന ആദത്ത് ഞങ്ങൾ ബലസണോ. ഖബറിന്റെ മേൽ എഴുതുക പാടില്ല. ഖബറിന്റെ അവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും പാടില്ല. അപ്പൊ ആ മാർച്ചുണ്ടാറ് ഖബർ മറക്കടല്ലേ അല്ലെ, ഖബർ മറക്കടല്ലേ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ മറക്കടേക്ക് പരിഹാരം എഴുതലല്ല, സിയാറത്താക്കിയിട്ട് ഖബർ നടപ്പിക്കണം. എഴുതിട്ട് മറവിശക്തി ഉണ്ടാക്കുന്ന പോലത്തെ കറാഹത്തുകളും സ്വഭാവിതങ്ങൾ വിരോധിച്ചതല്ല നമ്മളെ ഖബറിലാക്കണായത്. പിന്നെ ആ ഖബർ മറക്കടേക്കും ആ ഖബർ ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നാക്കണായ ഏറ്റവും നല്ല അമൽ ബലിയാസറുണ്ട് ഒരു സിയാറത്താക്കട ആദത്ത്. ബഹുമാനപ്പെട്ട ഇമാമുൽ സുയൂത്ത് റളിയല്ലാഹു അൻഹു അൽ-ലുംആ ചെന്നിട്ട് ബലിയാസറ മഹത്വം ചൊല്ലുന്ന കിതാബായിട്ടിരിക്കും. അതിൽ ചൊല്ലിട്ട് ഒരു മനുഷ്യ തന്റെ അബ്ബുമ്മയുടെ ബലിയാസറുണ്ട് സിയാറത്താക്കേണ്ടായെങ്കിൽ ഗുഫിറ ലഹു ഓണ്ട് ദോഷം അല്ലാഹു മാഫാക്കു കുതിബ ബാറൻ. ഈ സിയാറത്താക്ക പോയ ആൾക്ക് അള്ളാഹു അബ്ബുമ്മക്ക് ഗുണം ചെയ്ത ആളെ ചെന്നിട്ടു എഴുതു. ഹയാത്തിൽ മാത്രമുള്ള ഗുണം ചെയ്തേ മരിച്ചാൽ പിന്നെ അബ്ബുമ്മ ഗുണാക്കാവൂ. അതിന്റെ ഭാഗമായിട്ട് ബലിയാസറുണ്ട് ഒരു സിയാറത്താക്കടാദത്ത്. മൂന്നാമത്തെ വിഷയ നന്മകൾ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ ഇബാദത്തിലും തഖ്വയിലും ഖുർആനോത്തിലും ദിക്റിലും ഹറാമു മുക്തമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഞങ്ങൾ നയിച്ചു വെക്കാം. ഇത് വലിയൊരു അബ്ബുമ്മടൻ കാക്കണമെങ്കിൽ അല്ലെങ്കിൽ അച്ചാച്ചിമാർക്കാക്കണായ സവാബായിട്ട് വലിയൊരു ഫലമായിട്ട്. എന്തുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി ഹദീസിൽ തൊട്ട് ബാലാസറുണ്ട്
നങ്ങാക്കിയ അമൽ അള്ളാഹുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബാലാസായിട്ട് നങ്ങാക്കിയ അമലുടെ അള്ളാഹുടെ മുന്നിൽ അറിവ് പ്രദർശനാക്കടെ ബേക്കടെ ബാലാസായിട്ട് പക്ഷെ അണ്ട് ആ ബാലാസറുണ്ട് അള്ളാഹുടെ മുന്നിൽ എന്തായിട്ട് വാർത്തു കൊടുത്ത ഞങ്ങളെ കണക്ക് ബേക്കടെ നാളില് ഞങ്ങളെ ആ അമലുടെ ഞങ്ങളെ അബ്ബയുടെ ഖബറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് പ്രദർശിപ്പിക്കടെ അബ്ബയുടെ ഖബറുകൾ അതിൽ കാട്ടി കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ ദുനിയാവിലാക്കിയ ഖുർആൻ ഓത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ഇത് കണ്ടിട്ട് നിങ്ങൾ അബ്ബവും ഖബറിൽ വെച്ച് സന്തോഷിക്കണം. ഖബറിൽ നമുക്ക് ഖുശി കിട്ടണം, ഖബറിൽ നമുക്ക് റാഹത്ത് കിട്ടണം, ആ ഖബറിൽ റാഹത്തിൽ ഉറങ്ങണം. അതിക്ക് വലിയൊരു കാരണം മക്കളായ പുള്ളിമാരായ ഞങ്ങൾ ഓതുക ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും. ഇപ്പോഴാ ചൊന്ന മൂന്നാമത്തെ വിഷയമാണ് ഞങ്ങൾക്ക് ഹദിയാക്കുണായ ചൊല്ലുന്ന വിഷയമല്ല, സ്വന്തം ഞങ്ങൾക്ക് വേണ്ടിയിട്ടേ നാട്ടിലെ അമല് ഞങ്ങൾ ഓതുക ഖുർആൻ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റ് ഞങ്ങൾ പഠിക്കുന്ന പഠിപ്പ് ഞങ്ങൾ പഠിപ്പാട്ട് ഇൽമു ഞങ്ങൾ എഴുത്തികാഫ് ഞങ്ങൾ സ്വതക്ക ഞങ്ങൾ നോമ്പ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് അമലുണ്ടല്ലേ ഇതിലെ സമാപം ഞങ്ങൾ അബ്ബവും അല്ലാഹു തആല കാട്ടി കൊടുക്കുന്നു. അത് എത്തുപാട്ട് ഇതെല്ലാം ഉദ്ദേശിച്ചിട്ട് ഒരു ആദർശമായ ഒരു ആദർശ കുടുംബ ജീവനാക്കുക വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കണോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ അബ്ബവും ഹിരിയങ്ങ കാട്ടിയ ആ സുന്നത്ത് ജമാഅത്തിന് ആദർശ അങ്ങ കാട്ടിയ ഇൽമോ അങ്ങനെ തഖ്വ കുടുംബ ബന്ധങ്ങൾ അതിലെ നിലനിപ്പാട്ടുകോ അതിലെ ഒളിപ്പാട്ടുകോ അതിലെ നിലനിപ്പാട്ടുക അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ മക്ക സന്താന പരമ്പര അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ദുആർക്കണായ ഒരു ദുആ ആയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന അമൽ വലദുൻ സ്വാലിഹ് മുറിയാത്ത അമൽ ഞങ്ങളെ മക്ക ചെന്നെങ്കിൽ വെറും മക്കല്ല പുള്ളിമാർ ചല്ലിമാർ അങ്ങനെ ഖിയാമത്ത് നാൾ വരേക്കും ഞങ്ങൾ സന്താനം ഈ ലോകത്തിൽ നിലനിൽക്കണം. ഒന്ന് രണ്ടാമത് ആ സന്താനം നിങ്ങൾ ഖബറുക മുറിയാത്ത അമലായിട്ട് പറഞ്ഞു. ഖബറിൽ നിസ്കരിക്കാവില്ല, നോമ്പടിക്കാവില്ല, ദിക്ർ ചൊല്ലുകാവില്ല, എന്താക്കാവില്ല. പക്ഷേ ഖബറിൽ വെച്ചിട്ട് ദിക്ർ ചൊന്ന് ഇൽമു ചൊന്ന് ഖുർആൻ ഓതിയെ ഇത്തികാഫിരിച്ച് എല്ലാത്തെ സമാപനം കിട്ടണ ഞങ്ങളെ മക്ക പുള്ളിമാർ ചള്ളിമാർ ദീനിയായ നിലക്ക് എന്തായിട്ടിക്കോണു അള്ളാഹു പിടിപാടി നിലക്ക് സുന്നികളായ നിലക്ക് തസവൂഫിലായ നിലക്ക് തഖ്വയിലായിട്ട് നല്ല ജീവന സ്വാലിഹായ ജീവനത്തിൽ വെളിച്ചരംഗത്തെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുക വേണ്ടി ദുആർക്കുന്നു മാത്രമല്ല അതൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ മക്കളെ ഇൽമുടെ ബറൗത്തിലും വാളിന്റെ ബറൗത്തിലും മജ്ലിസുകളുടെ ബറൗത്തിലും കടത്തിട്ട്